ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ പൊള്ളിച്ച ഇപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന് കേട്ടോ. അത്യാവശ്യം എരിവായിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അയല മീനോ ഏത് വേണമെങ്കിലും, മീൻ ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് മീനായിരുന്നാലും ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ മീൻ പൊള്ളിച്ച് കഴിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മീറ്റൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല എരിവൊക്കെ ഉള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പം നമുക്കിത് എങ്ങനെ പൊള്ളിച്ചെടുക്കാൻ നോക്കിയാലോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള മീൻ ഇതാണ്. അപ്പോൾ അത് 2 മീൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏത് മീൻ എടുത്താലും ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു മീനിനെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡത്തെ മുള്ളും എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. കണ്ടോ? അപ്പം ഞാനിതാ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മീനിൻ്റെ വയറ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വരെ വരഞ്ഞു കൊടുക്കരുത് കേട്ടോ. അപ്പം നമുക്കത് പൊടിഞ്ഞു പോവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു മസാല വേണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ ഒരു ലേശം എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്, ഇത്തിരി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കാം. അപ്പം ഇതിൻ്റെ ഈ പൊടികളുടെ അളവ് ഞാൻ പറയുമ്പോൾ 2 മീനിലേക്ക് പാകത്തിനുള്ളതാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളെടുത്ത മീനിൻ്റെ എത്രത്തോളം മീനുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പൊടികൾ എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ച മസാല ഉണ്ടല്ലോ അത് 2 മീനിലേക്ക് കറക്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ മീൻ മസാല പുരട്ടി എടുക്കുന്നത് പോലെ ഒത്തിരി മസാലപ്പൊടികളൊന്നും ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊരു കോട്ടിങ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഒത്തിരി മസാല തേച്ചിട്ട് എടുക്കണ്ട. അതുപോലെ തന്നെ ആ ഉൾവശത്തേക്കും ഒക്കെ ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ആ വരഞ്ഞിട്ടുണ്ടല്ലോ, ആ വരഞ്ഞത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വളച്ച് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിക്കോളും. എന്നിട്ട് അതൊരു പറ്റുകയാണെങ്കിൽ ഒരു 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ വെച്ചാൽ നന്നു കേട്ടോ. അപ്പം ഞാൻ 15 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ ഒരു 10-20 മിനിറ്റെങ്കിലും അതൊന്ന് വെച്ചിട്ട് അപ്പം അതൊന്ന് സെറ്റായി വരും, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. സാധാരണ മീൻ വറക്കുന്നത് പോലെ ഫുള്ള് കുക്ക് ചെയ്ത് എടുക്കരുത്. 2 ഭാഗവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതാ ഒരു ഭാഗം ഒന്നായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്താ ഇതുപോലെ ഈ ഒന്ന് ആയി കിട്ടാവുള്ളൂ കേട്ടോ. ഒന്ന് ചൂട് തട്ടി ഒന്ന് ഇങ്ങോട്ട് ഫ്രൈ ആയി വരുന്നേ ഉള്ളൂ. ആ സമയം തന്നെ നമുക്കിത് 2 ഭാഗവും ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് കോരി മാറ്റണം. അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും മതി കേട്ടോ, വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആദ്യം ആ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ആ വറുത്ത എണ്ണ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് അതിലേക്ക് ബാക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം. അപ്പം ഞാനൊരു 20 ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചുമന്നുള്ളി അല്ലേ, അപ്പം അത് 20 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് ആവശ്യമായിട്ട് ഇപ്പം ഞാൻ സവോള എടുക്കുന്നുണ്ട്, അതിന് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ട് ചുമന്നുള്ളി എടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളുടെ ഈ ഒരു ചുമന്നുള്ളി എത്രത്തോളം കൂടുതൽ ചേർക്കുന്നു അത്രത്തോളം നമ്മളുടെ മീൻ പൊള്ളിച്ചത് കിടിലനായിരിക്കും. അപ്പം ഞാൻ 20 എണ്ണം ചുമന്നുള്ളി എടുത്തതിൻ്റെ ബാക്കി ഞാൻ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സവോള ഉണ്ട് കേട്ടോ. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എരിവിന് ആവശ്യത്തിനൊക്കെ എടുത്താൽ മതി കേട്ടോ മുളക്. അപ്പോൾ ആദ്യം ചുമന്നുള്ളി ചേർത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ചേർത്ത് കൊടുക്കുക. സവോള ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്, കനം കുറച്ചിട്ട് കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിന് പകരം നിങ്ങൾക്ക് മൊത്തമായിട്ട് ചുമന്നുള്ളി എടുത്താൽ മതി, അപ്പോഴും ഒത്തിരി ടേസ്റ്റാണ്. പിന്നെ ചുമന്നുള്ളി എടുക്കാണ്ട് സവോള മാത്രമായിട്ട് എടുക്കരുത് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു മീൻ പൊള്ളിച്ചതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരു മധുരമൊക്കെ ആയിട്ടാണ് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചെറിയ 2 തക്കാളി ചേർത്ത് കേട്ടോ. ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു തക്കാളി, തക്കാളി വലുതാണെങ്കിൽ വലിയൊരു തക്കാളി എടുത്താൽ മതി. അപ്പോൾ അതും നന്നായിട്ട് വഴറ്റി അതൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിലായ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മുന്നിൽ നിന്നാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റാണ്, പക്ഷേ ഇഞ്ചി ഓവറായിട്ട് എടുക്കരുത് കേട്ടോ അതിൽ. അപ്പോൾ ഇനിത് അതും കൂടെ ഒന്ന് ഇട്ട് വഴറ്റി നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറുന്ന വരെ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ചേർത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാല ചേർത്താലും മതി കേട്ടോ. നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ, ഇപ്പോൾ ചിക്കൻ മസാല ഇല്ല കയ്യിലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ വഴറ്റിയ പൊടികളുടെ പച്ച ചൊവ ആ ഒരു കുത്തലൊക്കെ മാറി വന്ന ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ലെമൺ ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാനുള്ളതാ. അപ്പോൾ വാഴയിലയിൽ നമുക്കിതാ ഇത്തിരി മസാല ഒന്ന് കോരി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല 2 മീനിലേക്ക് കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മസാല, ഈ ഒരു സവോളയും തക്കാളിയും കാണിച്ചല്ലോ, അത് 2 മീനിലേക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇതാ 1.5-2 ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇലയിലൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു മീനിനെ എടുത്തിട്ട് ആ ഒരു മസാലയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. മസാലയിൽ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു മീനിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ, അപ്പോൾ നിങ്ങൾ വഴറ്റി എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളം മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഭാഗമാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു മീനിനെ. അപ്പോൾ ഒന്നിൽ ഞാനിതാ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണേൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സവോളൊക്കെ വഴറ്റിയെടുത്തില്ലേ, ആ സമയത്ത് ഇപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ എടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത്രത്തോളം തന്നെ മതിയാകും. അതിലും കൂടുതൽ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, കാരണം ഇത് ഫുൾ ഇങ്ങനെ ലീക്കായിട്ട് വരും, അങ്ങനെയൊക്കെ ആവും. പിന്നെ തന്നെയില്ല നമുക്ക് അത്രയൊരു ടേസ്റ്റ് തോന്നൂല ഒരുപാട് വെളിച്ചെണ്ണ ആയിട്ട് നിൽക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്തിരി എണ്ണ കുറച്ചിട്ട് നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ വാഴയുടെ തണ്ടിൻ്റെ ആ ഒരു സൈഡിലുണ്ടായിരുന്ന നാരങ്ങ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാഴനാരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്താലും മതി. അതുപോലെ വാഴയില കിട്ടാൻ ചാൻസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചെയ്താലും മതി കേട്ടോ, പൊതിഞ്ഞിട്ട്. അപ്പോൾ ഇനിതാ ഞാൻ ആദ്യത്തെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി രണ്ടാമത്തതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മസാല മൊത്തമായിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞ 2 മീനിലേക്ക് കറക്റ്റ് ആയിരുന്നേ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇത് അതും കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ അതിൽ, അപ്പോൾ അതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മളുടെ ഈ ഒരു വാഴയിലൊക്കെ നന്നായിട്ട് ഇതായി വരുന്ന സമയത്ത് ഈ ഒരു വാഴൻ്റെ ഇലയുടെ അതുപോലെ തന്നെ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു 2-3 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചു ആദ്യത്തെ ഭാഗം. എന്നിട്ട് ഒന്ന് തുറന്നിട്ട് നമുക്ക് തിരിച്ചൊന്നിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ആ ഒരു വാഴയിലൊക്കെ നന്നായി വാടി ഇത് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മീൻ റെഡി ആയിക്കണമെന്നുള്ളത്. അപ്പോൾ മറ്റേ ഭാഗം കൂടെ വെച്ച് അതും ഒരു 3-4 മിനിറ്റ് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ അത് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെട്ടൊക്കെ ഞാനിതൊന്ന് അഴിക്കുകയാണ്. പിന്നെ ഞാൻ അതിൽ ഒരു വാഴയില പൊതിഞ്ഞതിൻ്റെ ഒരു ഭാഗത്തിൽ ഇത്തിരി തുമ്പ് കുറവായതിൻ്റെ പേരിൽ ഞാൻ ഒരിലയും കൂടെ അതിലടിയിൽ കൂടെ പൊതിഞ്ഞിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ അത് 2 എണ്ണം ഉള്ളത് കാണുന്നത്. അപ്പോൾ കണ്ടല്ലോ നമ്മളുടെ ആ ഒരു കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ആ മീൻ പൊള്ളിച്ചതിൻ്റെ
സൂപ്പറായിട്ട് നല്ലൊരു മണമാണ് കേട്ടോ. നമുക്ക് ആ ഒരു വാഴലേൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. പിന്നെ ഇതിൽ മല്ലിയില ചേർക്കുന്നവരുണ്ട്, പക്ഷേ മല്ലിയില ചേർക്കുന്നത് എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് കറിവേപ്പിലയും വാഴയിലയും അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ തന്നെ രണ്ടും ഇതാ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലോ കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കയറി കണ്ട് നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ആ ഒരു മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്, കണ്ടില്ല. ഇതിൻ്റെ മസാലയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ലെമൺ ജ്യൂസ് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റൊക്കെ നമ്മൾ വിനാഗിരി ചേർത്താലും ലാസ്റ്റ് നമുക്ക് ഇത്തിരി ലെമൺ ജ്യൂസ് ഇതിൻ്റെ മുകളിലാക്കുന്നതാണ് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.